കാത്തിരിക്കുന്ന ഒരു കല്യാണം, അതും വർഷങ്ങളെടുത്ത് കാത്തിരുന്ന് ഒരു കല്യാണം നടക്കുമ്പോൾ എന്ത് ഹാപ്പി ആയിരിക്കും അല്ലേ. അതേപോലെ ഞാൻ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന രണ്ടുപേരുടെ കല്യാണം വരികയാണ്. കുടുംബം വിറ്റിട്ടായാലും ഈ കല്യാണത്തിന് നാട്ടിൽ പോകുന്നു ഞാൻ ഉറപ്പിച്ചിരുന്നായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുടുംബം വിറ്റാൽ പോലും എനിക്ക് ഈ കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല. സോ ഇവിടെ കുറച്ച് സെലിബ്രേഷൻസ് ആകാം എന്ന് കരുതി. അച്ചാച്ചന്റെ കസിൻ ബ്രദർ സിജോയുടെയും സ്നേഹയുടെയും കല്യാണമാണ് ഞാൻ ഇത്രയും കാത്തിരുന്നത് കേട്ടോ. രണ്ടുപേരെ ഞാൻ വൈകാതെ പരിചയപ്പെടുത്താം. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അതിന് മുമ്പ് ഒരു ബ്രൈഡൽ ഷവർ കൊടുക്കണ്ടേ. എനിക്ക് ഏറ്റവും അറിയാവുന്ന കുറച്ച് ഗേൾസിൽ ഒന്നാണ് സ്നേഹ. അപ്പം സ്നേഹയ്ക്ക് ഒരു ബ്രൈഡൽ ഷവർ കൊടുക്കണമെന്നുള്ളത് അവൾ കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോഴേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചൊരു കാര്യമാണ്. എനിക്കറിയാവുന്നതും നമ്മുടെ കോമൺ ഫ്രണ്ട്സ് കുറേ പേരെ കൂട്ടി ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങി നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. ഗേൾസിനെ അറിയാലോ, നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല. പക്ഷെ ഡിസ്കസ് ചെയ്തതിൽ ഒരു 75% ഞങ്ങൾ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ തീമും കളറും എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇനി പർച്ചേസ് ആണ്. ഞാൻ കൂടുതലും പർച്ചേസ് ആമസോൺ വഴി തന്നെ ചെയ്തത്. കാരണം ആമസോൺ ഈസ് സോ ഈസി, വീട്ടിൽ തന്നെ വരും എല്ലാ സാധനങ്ങളും. എൻ്റെ ആമസോൺ ഫൈൻഡ് ചെയ്തതൊക്കെ വീഡിയോയിൽ കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ഇതാണ് ഞാൻ കണ്ടുപിടിച്ച സാധനമാണ് ഇലക്ട്രിക് ലൈറ്റ്. ഇലക്ട്രിക് അല്ല, ആക്ച്വലി ഇത് ബാറ്ററി ഓപ്പറേറ്റ് ആയിട്ടുള്ള ലൈറ്റാണ്. അപ്പം അതിൻ്റെ കൂടെ റിമോട്ടും കൂടി വരുന്നുണ്ട്. ആ റിമോട്ട് വെച്ചിട്ട് നമുക്ക് അവോസ് സെറ്റ് ചെയ്യാം, പിന്നെ ലൈറ്റോ ക്യാൻഡിലോ സ്റ്റൈലിലൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ അടിപൊളി ഒരു പർച്ചേസാണ്. ഞാൻ ലിങ്ക് എല്ലാം ബയോയിൽ കൊടുക്കാം. പിന്നെ ഞങ്ങൾ മേടിച്ചത് ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവർക്കും ബാത്റൂം മേടിച്ചിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ ആണ്. ബാത്റൂം വെച്ച് എടുക്കാനുള്ള ബ്രൈഡ്സ് മെയ്ഡ്സ് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. പക്ഷെ അത് കൂടാതെ റിയാലിറ്റി ചിലപ്പം ഇതായിരിക്കുമോ എന്നൊരു ഡൗട്ട് കൂടി ഇല്ലാതില്ല കേട്ടോ. ഇത് ഫ്രീ സ്റ്റൈൽ ബാത്റൂമാണ്. 10 പേർക്കുള്ള ബ്രൈഡ്സ് മെയ്ഡ്സിൻ്റെയും പിന്നെ ബ്രൈഡിൻ്റെയും കൂടിയാണ്. അങ്ങനെ അതെല്ലാം പർച്ചേസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിക്കണം. ഇന്ന് നല്ല വെതറാണ്. നമ്മുടെ സ്പ്രിംഗ് ഓൾമോസ്റ്റ് സ്റ്റാർട്ടഡ് ആയി. അപ്പം ഞാൻ പോയത് സോബീസിലാണ്. അവിടെ നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു, കുറച്ച് നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഗ്രോസറി സ്റ്റോഴ്സിൽ ആൽക്കഹോളിക് ഡ്രിങ്കും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ആൽക്കഹോളിക് വൈൻ കൂടി എടുത്തിട്ടുണ്ട്. ഇനി വീട്ടിൽ വന്നിട്ട് ബാക്കിയുള്ള ഡെക്കറേഷൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ ഇൻസ്പിറേഷൻ ഒരു പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തൊരു പിക്ചറാണ്. ഒരു ബോ, ഇത് ആക്ച്വലി ഒരു ടേബിൾ കവറാണ്. നമ്മൾ ഈ ബർത്ത്ഡേക്കൊക്കെ ടേബിളിൽ വിരിക്കുന്ന കവറാണ്. അത് എടുത്തിട്ട് ഒരു ബോ ഉണ്ടാക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നോക്കി. സോ ഈ സൈഡിൽ ഞാൻ കൊടുക്കാൻ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പക്ഷേ 2-3 ട്രൈ ചെയ്തെങ്കിലും കറക്റ്റായിട്ട് വന്നു കേട്ടോ. അപ്പം ഒരെണ്ണം വീട്ടിൽ നിന്ന് ട്രൈ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബാക്കി അവിടെ പോയി സെറ്റ് ചെയ്യാം എന്ന് കരുതി. എങ്ങനെയുണ്ട് ഈ ക്യൂട്ട് ടേബിൾ കവർ ക്ലോത്ത് വെച്ചുണ്ടാക്കിയ ബോ? അടിപൊളി കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മൾ ഈ കുഞ്ഞു പിള്ളേരുടെ ഗേൾസിൻ്റെ ഒക്കെ ബർത്ത്ഡേക്കൊക്കെ പറ്റിയ തീമാണ് ഈ ബോ തീം. അതിന് ഈ ടേബിൾ കവർ വെറും $1 വരുന്നുള്ളൂ ഡോളറാമയിൽ നിന്ന് മേടിക്കാൻ. ആ സാധനം വെച്ച് നല്ല രസമുള്ള ഡെക്കറേഷനാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമാക്കി കമൻറ്റ് ചെയ്യണം കേട്ടോ. ആൻഡ് ഇതിൻ്റെ പിങ്കും ഉണ്ട്, നമ്മൾ റെഡും ഉണ്ട്. ടോട്ടലി ഒരു 7 ടേബിൾ കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ ഡെക്കറേഷൻ്റെ വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴേ. ഈ ബ്രൈഡൽ ഷവർ സ്നേഹയ്ക്ക് സർപ്രൈസ് ആയിട്ട് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഡ്രിങ്ക്സ് പരിചയപ്പെടുത്താം. നിങ്ങളിപ്പം ആൽക്കഹോൾ കുടിക്കില്ല, പക്ഷേ കമ്പനി അടിക്കണമെന്നുണ്ടെങ്കിൽ സൈഡർ മേടിക്കാം. ഇതിപ്പോൾ ആപ്പിൾ സ്ട്രോബെറി സൈഡർ 2 ഫ്ലേവറാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. പാർട്ടീസിലൊക്കെ കമ്പനി അടിക്കാൻ വേണ്ടി പെപ്സി കുടിക്കുന്നതിന് പകരം ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ആൻഡ് ടേസ്റ്റും നമുക്ക് ഏകദേശമൊക്കെ വൈൻ്റെ ഒരു ടേസ്റ്റ് വരും. വൈനായിട്ട് ഞാൻ മേടിച്ചിരിക്കുന്നത് ലേഡീസ് നൈറ്റ് ഔട്ട് ആണ്. നല്ലൊരു വൈനാണ് കേട്ടോ ഇത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നാളെയാണ് ബ്രൈഡൽ ഷവർ. അപ്പോൾ നാളത്തെ ഡെക്കറേഷനായിട്ടൊക്കെ വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.